നമസ്കാരം. അധികാരത്തിലേറുമ്പോൾ സാക്ഷാൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഓരോ ഫയലിലും ഉള്ളത് ഓരോ മനുഷ്യ ജീവിതമാണെന്ന്. സെക്രട്ടേറിയറ്റിൽ ഫയലുകൾ കൂന കൂട്ടുന്നത് പിന്നീടാണ് വിവാദമാവുന്നത്. സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശ്വാസയോഗ്യമായ നിലയിൽ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു മാധ്യമങ്ങൾ ഇതേപ്പറ്റി വാർത്തകൾ എഴുതുന്നത്. ആ വാർത്തകൾ തലനാരിഴ കീറി പരിശോധന നടത്തി രക്തം മുഴുവൻ ഊറ്റിക്കുടിച്ചു വന്ന വാർത്തകൾ ശരിയല്ലെന്ന് പറയുവാൻ പല ഉദ്യോഗസ്ഥ പ്രഭുക്കളും അന്ന് രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇപ്പോഴിതാ സർക്കാർ തന്നെ നിയമസഭയിൽ കാരുണ്യം കാത്തു കിടക്കുന്നത് 2,99,425 ഫയലുകളാണെന്ന കണക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ലോകത്ത് മറ്റെങ്ങുമില്ലാത്ത വേഗത്തിൽ ഇഴയാൻ അറിയാത്ത ഒച്ചുകളാണ് സെക്രട്ടേറിയറ്റിൽ ഫയലുകളായി ഇഴയുന്നത്. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് ഉദ്യോഗസ്ഥരെ ഓർമ്മപ്പെടുത്തിയ മുഖ്യമന്ത്രി പിണറായി നാവനക്കുന്നില്ല. 3 ലക്ഷത്തോളം ഫയലുകൾ തീർപ്പ് കാത്തു കിടക്കുകയാണ് സെക്രട്ടേറിയറ്റിൽ എന്ന് പറയുമ്പോൾ സംസ്ഥാനത്ത് മറ്റ് ജില്ലാ ആസ്ഥാനങ്ങളിലെ കളക്ടറേറ്റുകളിലായി എത്ര ലക്ഷം ഫയലുകൾ ചുവപ്പ് നാടകളിൽ കുരുങ്ങി കിടക്കുന്നുണ്ടാവും എന്നതാണ് ചിന്തിക്കേണ്ടത്. വിവിധ വകുപ്പുകളുടെ ജില്ലാ ഓഫീസുകളിലും മേഖലാ ഓഫീസുകളിലും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളുടെ കാര്യാലയങ്ങളിലുമായി മോക്ഷം കാത്തു കിടക്കുന്ന ഫയലുകൾ എത്ര ലക്ഷമുണ്ടാകും? അതാണ് ചിന്തിക്കേണ്ടത്. 2022 ലഭ്യമാകുന്ന കണക്കനുസരിച്ച് 1.25 ലക്ഷത്തിലധികം ഫയലുകളാണ് അന്ന് കിടപ്പുണ്ടായിരുന്നത്. 2022 ലഭ്യമാകുന്ന കണക്കനുസരിച്ച് 1.25 ലക്ഷത്തിലധികം ഫയലുകളാണ് അന്ന് കെട്ടിക്കിടപ്പുണ്ടായിരുന്നത്. അതിൽ തീർപ്പായത് 82,401 എണ്ണം മാത്രമാണ്. നിലവിൽ കെട്ടിക്കിടപ്പുള്ള 3 ലക്ഷത്തോളം ഫയലുകളിൽ പകുതിയിലധികവും തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് എന്നതാണ് സത്യം. അത് മാത്രം 1.68 ലക്ഷം വരും. വകുപ്പുകളുടെ ഏകോപനവും ഇ ഫയലിംഗും ഇ സർട്ടിഫിക്കറ്റുകളും ഒക്കെയായി ചുവപ്പ് നാടയുടെ കുരുക്കഴിക്കാനുള്ള പരീക്ഷണങ്ങൾ സർക്കാർ നടപ്പാക്കിയ വകുപ്പിലാണ് ഈ ദുർഗതി എന്നും ഓർക്കണം. ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് 20,000-ഉം റവന്യൂ വകുപ്പിൽ 18,000-ഉം പൊതുവിദ്യാഭ്യാസത്തിൽ 35,000 എന്നിങ്ങനെയാണ് ശാപമോക്ഷം തേടുന്ന ഫയലുകളുടെ കണക്ക്. സെക്രട്ടേറിയറ്റിൽ ഓരോ മാസവും ശരാശരി 20,000 ഫയലുകൾ പുതുതായി സൃഷ്ടിക്കപ്പെടുന്നു. ഓരോ വകുപ്പുമായി ബന്ധപ്പെട്ട് താഴെത്തട്ടിൽ നിന്ന് വരുന്ന ഫയലുകൾക്ക് പുറമെ തപാലിലും നേരിട്ടും എത്തുന്ന പരാതികളിൽ നിന്നും നിവേദനങ്ങളിൽ നിന്നും ജന്മമെടുക്കുന്നവയാണ് ഇവ. ഫയലുകൾ ആദ്യമായി എത്തുന്ന സെക്ഷൻ ഓഫീസർക്കും വകുപ്പ് സെക്രട്ടറിക്കും ഇടയിൽ 2 തട്ടുകളെ പറ്റുള്ളൂ എന്ന് സർക്കാർ നേരത്തെ ഉത്തരവ് ഇറക്കിയിരുന്നു. ചില വകുപ്പുകൾ ഇത് നടപ്പാക്കി. എന്നിട്ടും 3 ലക്ഷത്തോളം ഫയലുകൾക്ക് ശാപമോക്ഷം ഇല്ല എന്ന് പറയുമ്പോൾ സ്ഥിതി ഗുരുതരമെന്നാണ് വ്യക്തമാകുന്നത്. ഫയൽ നീക്കം വേഗത്തിലാക്കാൻ സമഗ്രവും ശാസ്ത്രീയവുമായ ഒരു പദ്ധതിയും പിണറായി സർക്കാർ ചെയ്യുന്നില്ല. നിലവിലുള്ള അവസ്ഥ തുടർന്നാൽ ഉണ്ടാകാവുന്ന ഫയൽ പെരുപ്പം അനന്തമായി തുടരുന്ന സാഹചര്യത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്ന ചിന്ത സർക്കാരിനില്ല. സെക്രട്ടേറിയറ്റിൽ ഓരോ വകുപ്പും പ്രതിദിനം കൈകാര്യം ചെയ്യുന്ന ഫയലുകളുടെ എണ്ണവും ഓരോ ദിവസം അന്തിമ തീരുമാനം ആകുന്ന ഫയലുകളുടെ എണ്ണവും കൃത്യമായി പരിശോധിക്കണമെന്നും നിലവിൽ സംവിധാനങ്ങളില്ല. തീരുമാനം എടുക്കേണ്ട തട്ടുകളുടെ എണ്ണം 2ആയി സർക്കാർ കുറച്ചിട്ടും ധനവകുപ്പിൽ പോലും ഇപ്പോഴും 5 തട്ടുകൾ തുടരുന്നത് ജനത്തോട് ചെയ്യുന്ന കൊടും ക്രൂരതയാണ്. തീരുമാനം എടുക്കാതെ ഫയലുകൾ അനാവശ്യമായി കൈവശം വെച്ചിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മിക്കവരും ഭരണപക്ഷ യൂണിയൻ നേതാക്കൾ കൂടിയാണ്. തോന്നും പോലെ വരികയും തോന്നും പോലെ ഇറങ്ങി പോകുകയും ചെയ്യുന്നവർക്ക് ജനത്തെക്കാൾ കൂടുതൽ ട്രേഡ് യൂണിയനിസമാണ്. ഇവരെ ചെവിക്ക് പിടിച്ച് പണിയെടുപ്പിക്കാൻ മേലുദ്യോഗസ്ഥർക്ക് പോലും ഭയമാണ്. ഇരിക്കുന്ന കസേര തെറിക്കുമോ എന്നും പക തീർക്കാൻ പിണറായിയുടെ ശിങ്കിടികളായ കൂലിപ്പട സ്ഥലം മാറ്റിക്കുമോ എന്നും അവർ ഭയപ്പെടുന്നു. സത്യത്തിൽ ആവശ്യത്തിന് ജീവനക്കാരുള്ള ഓഫീസുകളിൽ പോലും ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് ഭരണരംഗം കൈകടത്തുന്ന ട്രേഡ് യൂണിയനുകളാണ്. പിണറായിയുടെ ഭരണത്തിൽ എന്ത് ചെയ്താലും ഞങ്ങളോട് ചോദിക്കില്ലെന്ന ചിന്ത ഇവരെ കാർന്ന് തിന്നിരിക്കുന്നു. അത് തലയിൽ കയറി ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ ജോലി സമയങ്ങളിൽ പോലും വീട്ടുകാര്യം നോക്കാനാണ് ഇവരിൽ ഏറിയ പങ്കും
താല്പര്യം കാട്ടുന്നത്. ബംഗാൾ കേരളത്തിൽ ആവർത്തിക്കപ്പെടാനിരിക്കുകയാണ്. അതാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. ആരുണ്ട് ചോദിക്കാൻ? പിണറായിയുടെ ഭരണത്തിൽ അവരാണ് രാജാക്കൾ, അവരാണ് ചക്രവർത്തിമാർ.